ഹായ് ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഷോമി പുറത്തിറക്കിയ അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഷോമി റെഡ്മി K40S എന്ന് പറയുന്ന ഡിവൈസിൻ്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ്. ഈ ഒരു ഡിവൈസ് ആണ് നമുക്ക് പോക്കോ F4 എന്ന പേരിൽ ഇന്ത്യയിൽ പുറത്തിറക്കാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു മണി ഏണിംഗ് വെബ്സൈറ്റ് പരിചയപ്പെടുത്തി തരാം. ബാസി 24/7 എന്നാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. സോ സൈറ്റിൽ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാടധികം കാസിനോ ഗെയിംസും അതോടൊപ്പം ഒരുപാടധികം കസ്റ്റമർ റിവ്യൂസും ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഏറ്റവും താഴെ പോയതിനു ശേഷം നിങ്ങളുടെ പേരും അതോടൊപ്പം ഫോൺ നമ്പറും കൊടുത്തതിന് ശേഷം നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളും അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. സോ ഫസ്റ്റ് സൈന ബോണസായിട്ട് തന്നെ നിങ്ങൾക്ക് 1000 രൂപ ലഭിക്കുന്നതാണ്. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് 50% ഫസ്റ്റ് ഡെപ്പോസിറ്റ് ബോണസും മൂന്നാമതായിട്ട് 20% സെക്കൻഡ് ഡെപ്പോസിറ്റ് ബോണസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നാലാമതായി നിങ്ങൾക്ക് ഫങ്കി ഫ്രൈഡേ എന്ന് പറയുന്ന ഒരു സംഭവം കിട്ടുന്നത്. അത് ഇവരുടെ ഫെസ്റ്റൊക്കെ വരുന്ന രീതിയിലിരിക്കും. ഫ്രൈഡേ ആകുമ്പോൾ എക്സ്ട്രാ ബോണസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അഞ്ചാമതായിട്ട് നമുക്ക് 8% ലൂസിങ് കമ്മീഷനും ആറാമതായിട്ട് ലോയലിറ്റി പോയിന്റ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏഴാമതായിട്ടുള്ള കാര്യമാണ് എനിക്ക് ഒരുപാടധികം ഇഷ്ടപ്പെട്ടത്. ഇതിനകത്ത് നമുക്ക് ബർത്ത്ഡേ ട്രീറ്റും കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ ബർത്ത്ഡേ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവർ കമ്പനി തന്നെ നിങ്ങൾക്ക് ഒരു 1000 രൂപ അയച്ചു തരുന്നതാണ്. പിന്നെ പ്രൊമോ കോഡ് യൂസ് ചെയ്യണമെങ്കിൽ 2000 രൂപയും അതോടൊപ്പം ഇതിൻ്റെ അകത്ത് ഒരുപാടധികം ഗെയിംസും കാര്യങ്ങളുണ്ട്. അത് കളിച്ച് നിങ്ങൾക്ക് 3 ലക്ഷം രൂപ വരെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതൊരു ബെറ്റിംഗ് ആപ്ലിക്കേഷൻ ആണ്. സോ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ തന്നെ കളിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ഷോമിയുടെ ബോട്ടിൽ അൺബോക്സ് ചെയ്തിട്ട് തന്നെ വീഡിയോ തുടങ്ങാം. സോ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ചൈനയിൽ വാങ്ങിക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് ഫ്രീ ഗാഡ്ജറ്റ്സും കാര്യങ്ങളും ലഭിക്കുന്നതാണ്. അങ്ങനെ കിട്ടിയ ഒരു സംഭവമാണ് ഈ ഷോമിയുടെ ബോട്ടിൽ എന്ന് പറയുന്നത്. സോ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വീഡിയോ നമുക്ക് ചൈനയിൽ നിന്നിട്ട് സുഹൃത്ത് ഷെയർ ചെയ്ത് തന്നതാണ്. കറൻ്റ്ലി ഇപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ബട്ട് ഇത് റീബ്രാൻഡ് ചെയ്ത് ഇന്ത്യയിലേക്ക് പോക്കോ F4 എന്ന പേരിൽ കൊണ്ടുവരുമെന്നാണ് റൂമേഴ്സും കാര്യങ്ങളും പറയുന്നത്. റൂമേഴ്സ് എന്ന് പറയുന്നത് ഒഫീഷ്യലായിട്ട് തന്നെ പറയുന്നതാണ്. കാരണം റെഡ്മി K40 എന്ന് പറയുന്ന സീരീസ് കഴിഞ്ഞ വർഷം പുറത്തിറക്കിയതായിരുന്നു. സോ അതുകൊണ്ട് തന്നെ K40S എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോക്കോ F4 എന്ന പേര് തന്നെയായിരിക്കും ഇന്ത്യയിൽ വരുന്നത്. സോ ഇതാണ് നമ്മുടെ ഷോമിയുടെ ബോട്ടിൽ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു ബോട്ടിലാണ്. ഇതിൻ്റെ അകത്ത് ഫ്രീ കിട്ടുന്നതാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ചാർജ് ചെയ്യേണ്ട അങ്ങനെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ നോർമലായിട്ടൊരു ബോട്ടിൽ യൂസ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ബോട്ടിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇത് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ ഞാനിത് വാങ്ങാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ നൽകിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആവശ്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഷോമിയുടെ ഫാൻസ് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. സോ ലിങ്ക് ഞാൻ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. സോ നേരെ നമ്മുടെ ഡിവൈസിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ റെഡ്മിയുടെ K40S എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയിൽ പോക്കോ F4 എന്ന പേരിൽ കൊണ്ടുവരാൻ പോകുന്ന സ്മാർട്ട് ഫോണ്. സോ ഞാൻ നിങ്ങൾക്ക് കമ്പനിയിൽ നൽകിയിരിക്കുന്ന ആ ഒരു പ്രൈസ് ആയിരിക്കില്ല. ചിലപ്പോൾ അതിൽ നിന്ന് 2000-3000 രൂപ കൂടാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഇതിൽ ഞാൻ പറയുന്ന പ്രോസസ്സറിനും ചെറിയൊരു വ്യത്യാസം വരാനുള്ള സാധ്യതയും കൂടുതലുണ്ട്. സോ ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസറാണ് കൊണ്ടുവന്നിട്ടുള്ളത്. മേ ബി ചിലപ്പോൾ നമുക്ക് ഡിമെൻസിറ്റിയുടെ പ്രോസറും കൊണ്ടായിരിക്കും ഇന്ത്യയിലേക്ക് വരുന്നത്. എങ്കിലും നമുക്ക് നേരെ ഈ ഒരു ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ബോക്സ് ചൈനീസ് ബോക്സിംഗ് പാക്കേജ് ആണ് വരുന്നത്. ഇന്ത്യയിൽ നമുക്ക് ഈ ഒരു ബോക്സിംഗ് പാക്കേജ് അല്ല വരുന്നത്. സോ നേരെ നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. സോ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫ്രണ്ടിലായിട്ട് തന്നെ നമുക്ക് റെഡ്മി എഴുതിയിട്ടാണ്. ഇത് ചൈനീസ് ബോക്സിംഗ് പാക്കേജ് ആണ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. സോ ബോക്സിൻ്റെ അകത്ത് ആദ്യം തന്നെ നമുക്ക് ചെറിയൊരു ടോപ്പ് ഷെൽ കിട്ടുന്നുണ്ട്. ഇതിനകത്ത് നമ്മുടെ സിം കണക്ടർ പിന്നും അതോടൊപ്പം കേസും പിന്നെ നമ്മുടെ കുറച്ച് പേപ്പർ വർക്ക്സും കാര്യങ്ങളാണ്. അതൊന്നും എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾക്കറിയാം. നേരെ നമ്മുടെ ഡിവൈസിലേക്ക് പോകാം. അതായത് ഇതാണ് നമ്മുടെ പോക്കോയുടെ F4 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. സോ ഇതാണ് നമ്മുടെ ആ ഒരു സ്മാർട്ട് ഫോൺ. ഇപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. സോ നല്ലൊരു ഡിസൈനാണ് ഇപ്രാവശ്യം അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ആ ഒരു ക്യാമറയിലുള്ള ഡിസൈനൊക്കെ എനിക്ക് ഒരുപാടധികം ഇഷ്ടപ്പെട്ടു. സോ ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ ഓവർവ്യൂ എന്ന് പറയുന്നത്. സെയിം ആസ് നമ്മുടെ Redmi Note 11 Proയുടെ അതേ ഒരു സെയിം ഡിസൈൻ ഫാക്ടറാണ് ഇവിടെയും കൊണ്ടുവന്നിട്ടുള്ളത്. ബട്ട് നമുക്ക് ക്യാമറയിൽ ചെറിയൊരു വ്യത്യാസം കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. 67 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ ബോക്സിന് അത് ഇൻക്ലൂഡ് ആണ്. 100% കയറാൻ 38 മിനിറ്റ് എടുക്കുന്ന ഒരു ചാർജറും USB Type-C ഒരു കേബിളും നമുക്ക് ബോക്സിനകത്ത് ഇൻക്ലൂഡ് ആണ്. അപ്പോൾ നേരെ നമ്മുടെ ഡിവൈസിലേക്ക് പോകാം. അപ്പോൾ എനിക്ക് ചെറിയ ജലദോഷവും കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക. നേരെ ഡിവൈസിലേക്ക് പോകുമ്പോൾ ഇതാണ് നമ്മുടെ ഷോമിയുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ പോക്കോ F4 എന്ന് പറയുന്ന ഡിവൈസ്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ ഡിസൈൻ നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാടധികം ഇഷ്ടപ്പെട്ടു. അതോടൊപ്പം ഇതിൻ്റെ ബാക്കിലത്തെ ഡിസൈൻ ഫാക്ടറിലൊക്കെ നമ്മുടെ കയ്യിൽ ഫിംഗർ പ്രിൻറ്റ്സ് നല്ല രീതിയിൽ പതിയുന്നുണ്ട്. സോ എന്തായാലും കേസ് ഇട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നതല്ല. സോ ഇതിൻ്റെ ഡിസൈൻ ഫാക്ടർ ഞാൻ ഓൾറെഡി പറഞ്ഞോളാം. നമ്മുടെ Redmi Note 11 Proയുടെ സെയിം ഡിസൈനാണ് ഇവിടെയൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. മുകളിലായിട്ട് സ്റ്റീരിയോ സ്പീക്കേഴ്സ് കാണാനായിട്ട് സാധിക്കും. നേരെ നമ്മുടെ ഡിവൈസ് നമുക്കൊന്ന് ബൂട്ടപ്പ് ചെയ്യാം. സോ റെഡ്മിൻ്റെ ലോഗോ ഇവിടെ കാണിക്കുന്നുണ്ട്. സോ ഇതിൻ്റെ ക്യാമറ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 48 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത് പ്രൈമറി ആയിട്ട്. പിന്നെ ഒരു 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വേണം, 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ക്യാമറ
ക്യാമറയുമാണ്. MIUI 13 ആണ് ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഷൗമിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് 12 ആണ് ഇതിൻ്റെ അകത്ത് ലഭിക്കുന്നത്. ഇതിനകത്ത് വരുന്ന പ്രോസസ്സർ സ്നാപ്ഡ്രാഗണിൻ്റെ 870 എന്ന് പറയുന്ന ഒരു 5G 7nm പ്രോസസ്സറാണ് കൊണ്ടുവന്നിട്ടുള്ളത്. വളരെ നല്ല കാര്യമാണ്. AMOLED ഡിസ്പ്ലേ ആണ്, 120Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്, 6.67 ഇഞ്ചസിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. 195 ഗ്രാമിൻ്റെ വെയിറ്റും ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് വരുന്നത്. ഫ്രണ്ടിലായിട്ട് നമുക്ക് സിംഗിൾ ക്യാമറ 20 മെഗാപിക്സലിൻ്റെ വൈഡാണ് കൊടുത്തിട്ടുള്ളത്. 3.5mm ഓഡിയോ ജാക്ക് ലഭിക്കുന്നില്ല. മേ ബി ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് കൊണ്ടുവരുന്നതായിരിക്കും. അതോടൊപ്പം നമുക്ക് സൈഡ് മൗണ്ടഡ് ആയിട്ട് ഒരു ഫിംഗർ പ്രിന്റ് സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. അത് പവർ കീലാണ് വരുന്നത്. ഇതിൻ്റെ വില ഏകദേശം 16, 17 അല്ലെങ്കിൽ 15 ഈ ഒരു റേറ്റിംഗിലായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് 64GB വേരിയൻ്റ് ആണ്, 128ഉം 256ഉം ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു 18 അല്ലെങ്കിൽ ഒരു 20,000 രൂപയുടെ താഴെ വരുന്ന ഒരു ഡിവൈസ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം. ബൈ.